ഇങ്ങനെ ഉറക്കാനോ ഉസ്താദ് എങ്ങനെ എണീക്കാൻ കഴിയില്ല. സുബീക അതെ അലാറം അലാറം ബോംബൂട്ടി അവനെ എണീക്കാൻ കഴിയില്ല. കാരണം അവരെന്നെ അത് മുദ്രകുത്താണ്, എനിക്കത് നടക്കൂല. നീ സുബീക്ക് ശേഷം ഉറങ്ങില്ല ഉണ്ട് വേറെ ഒന്നും ഒഴിവാക്കാൻ എന്നെ കൊണ്ടാവില്ലേ, അത് ഉറങ്ങിയിട്ട് നമുക്ക് ആവൂല. അങ്ങനെ ചില ഈ ചായക്കെല്ലാം പറയുന്ന ചായ ഞാൻ കുടിച്ചില്ലെങ്കിൽ തന്നെ അതിന് പറയുന്നത് അതേ ബോംബ് പൊട്ടി അവരെ എണീക്കൂല എന്ന് പറയുന്നത് ഈ ചങ്ങായിനോട്. സുബീക്കണിക്ക് അങ്ങനെയല്ല, ഇല്ല ഉസ്താദിനോട് ഞാൻ ഒന്ന് കാണാൻ നിൽക്കുക, എന്തൊക്കെ നിക്കറാറ്റുണ്ടാന്ന് ചോദിക്കാൻ. ആയിക്കോട്ടെ, ബോംബ് പൊട്ടിയാലും എണീക്കൂല. ശരി, അതേ ചങ്ങായിനോട് അവന്റെ സുഹൃത്ത് പറയാണ്, നിങ്ങൾ അടുത്താണല്ലോ എയർപോർട്ട്, 3:30 ലാൻഡ് ചെയ്യുന്നത്, ലഗേജ് ഒക്കെ ഉണ്ട്, 4 മണിയാകുമ്പോൾ എത്തുന്നാ പറഞ്ഞത് കുഞ്ഞാള അല്ലെങ്കിൽ പെങ്ങളെ ഭർത്താവ്. നീ വരുമോ? മിസ് അടിച്ചാൽ മതി. ബോംബ് പൊട്ടിക്കണം വേണ്ട. അതെന്താ അതെന്താ അത്ര തന്നെ, അത് വേറെ ഉത്തരം അതിലില്ല. അതിലിപ്പോ റൂഹുൽ മഅനിയിലുണ്ട്, റൂഹുൽ ബയാനിലുണ്ട് എന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അതന്നെ ഉത്തരം. ഇതേപോലെ റളിയല്ലാഹു അൻഹു പറയാണ്, ഹസ്സിനു അഖ്ലാഖക്കും, നിങ്ങളെ സ്വഭാവം നന്നാക്കണമെന്ന ഹദീസിലുണ്ട്. സ്വഭാവം നന്നാക്കണമെന്ന ഹദീസ് പറയുന്നുണ്ടെങ്കിൽ മുഹാലിനോട് ഇസ്ലാമിൽ തക്ലീഫ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്ത കാര്യം ചെയ്യണം എന്ന് ഇസ്ലാം പറയൂല. ഒരാളുടെ സ്വഭാവം മോശമാണെങ്കിൽ അത് നന്നാക്കാൻ കഴിയുന്ന കാര്യമായതുകൊണ്ടാണ് സ്വഭാവം നന്നാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ മനസ്സിലായി സ്വഭാവം നന്നാക്കാൻ കഴിയും. ചിലയാൾക്ക് അത് ജന്മനാ കിട്ടും, അത് ചിലപ്പോൾ മുസ്ലിം അല്ലാത്തവർക്ക് ചിലപ്പോൾ കിട്ടും. നല്ല സ്വഭാവമുള്ള അഹലുകാരുണ്ടാവും, ചിലപ്പോൾ അവിശ്വാസികളിൽ തന്നെ നല്ല സ്വഭാവം. ചിലർക്ക് മാറ്റിയെടുത്ത് കിട്ടും. ഉദാഹരണത്തിന് കാട്ടാനെ നാട്ടാനെയാക്കുന്നുണ്ട്. ക്ഷുദ്രജീവികളായ കടിച്ചു കയറുന്ന ജീവികളായ സിംഹം, പുലി, ഇതിനൊക്കെ മെരുക്കി സർക്കസിലേക്ക് കൊണ്ടുവരുമ്പോൾ സൈക്കിളൊക്കെ ഓടിച്ച് വലിയ വളയൊക്കെ ഇട്ട് അതിന്റെ ഉള്ളിലൂടെ ചെമ്പ് ചെയ്ത് വാവാ സുരേഷ് പാമ്പിനാ കേട്ടാ, പാമ്പ് നന്നായി, സിംഹം നന്നായി, പുലി നന്നായി, കരടി നന്നായി, നമ്മളെ നന്നാവും ബാക്കിയുള്ളൂ. പക്ഷെ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന് ഖുർആൻ പറയുന്നു. നമ്മൾ നന്നാവില്ല എന്ന് മാത്രമല്ല, അതിന് കാരണം പറയാം. ഞാനങ്ങനെയായി, ഞാൻ പെട്ടെന്ന് ചൂടായി പോകും. എന്റെ ഉപ്പ എന്റെ മരിച്ചു പാപ്പ വലിയ ദൈവത്തോട് അത് മാറി. അപ്പൊ ഈ വയലിനൊക്കെ വരുമ്പോ ഈ വയലിനെ കുറിച്ച് കമന്റ് അടിക്കുന്നതിന് പകരം അതിന് കൊടുത്ത ഒരു ഉപകാരമില്ല. നല്ല വയലാട്ടോ ഞാൻ യൂട്യൂബിലെ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണും. അതിനെ കൊടുത്ത് ഒരു ഉപകാരം തീരുമില്ല, തുനിയാവില്ല. പിന്നെ എന്താ വേണ്ടേ, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനങ്ങനെ ഇവിടുന്ന് പോകുന്ന സമയത്ത് 2 കെട്ടാണോ 3 കെട്ടാണോ ചോറ് കിട്ടിയത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്കെന്തെങ്കിലും മാറ്റം. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ നല്ല സ്വഭാവമാക്കാൻ തീരുമാനിച്ചിട്ട് ഇന്ന് ഭാര്യനോട് ദേഷ്യപ്പെടാതിരിക്കും, ഭാര്യ എന്നെ ചിലപ്പോൾ ചൂടാക്കും. എപ്പം വേണേ ഇന്ന് മാത്രമാക്കല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചൂടാക്കും, വണ്ടി കിക്കറ് ചവിട്ടും. എന്നാലും സ്വഭാവം